പണി പറ്റിച്ചല്ലോ ജോസേ. എന്റെ ആ തോക്കെന്ത് ചെയ്യേ? തോക്കൊന്നും വേണ്ട, ജോയിച്ചിനങ്ങോട്ട് ചെല്ല. അവരെന്നാ ചെയ്യുന്ന അറിയാലോ. അവര് തന്നെ പാർട്ടി. അതാടാ കൊളപ്പുറം വാക്കൻ. ഇത് മുല്ലത്താഴത്തെ വിടല്ലയോ? ആ അതെ. നമ്മളാന്നോ ജോയ്? അതെ. നിങ്ങളാരാ? എന്നാ കാര്യം ഈ രാത്രിയിൽ? കേട്ടിട്ടുണ്ടാവും, ഞാൻ കരുമണ്ണൂർ കടുവാക്കുന്നിൽ കുഞ്ഞുട്ടി. അവൻ എന്നെ ഓർമ്മ കാണാതിരിക്കുവേല. എന്റെ ഇളയചെറുക്ക സാംകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഏതോ ഒരു ശിശുമക്കാരി പെണ്ണിന്റെ കൂടെ ഇവിടെ ഒളിപ്പിച്ചിട്ടുള്ളതായി ഞങ്ങൾക്കൊരറിവ് കിട്ടിയിട്ടുണ്ട്. അവനെ അങ്ങ് കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നേ. ഇങ്ങ് ഇറക്കി വിടവനെ. വക്കനോട് കളിക്കല്ലേ, കളി പഠിപ്പിക്കും വക്കൻ. ചേട്ടാ, ഇത് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. എന്നതായാലും നിങ്ങൾ പറയുന്ന ആളിവിടെ ഇല്ല. സത്യത്തിൽ നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയാൻ മേല. പിന്നെ നിങ്ങളുടെ ചെറുക്കനെ തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം എനിക്ക് എന്നതാ. അതുകൊണ്ട് ചേട്ടൻ പോയാട്ടെ. സാറൊന്ന് നിന്നാട്ടെ. സാംകുട്ടി ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. ഞങ്ങളുടെ ചെറുക്കനെ ഇറക്കി വിടുന്ന എല്ലാവർക്കും നല്ലത്. എന്നതാന്ന് വെച്ചാൽ തീരുമാനം വേഗം പറ, ഞങ്ങൾക്ക് നിൽക്കാൻ നേരമില്ല. അതെ, അർദ്ധരാത്രിക്ക് പെണ്ണുങ്ങളും പിള്ളേരും ഉറങ്ങിക്കിടക്കുന്ന വീട്ടിൽ വന്ന് നിങ്ങളുടെ മോനെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നു എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടോന്നൊന്ന് അറിയണമല്ലോ. ചിലപ്പം സ്ത്രീ പീഡനമാവും വകുപ്പ്. നിങ്ങൾക്ക് ചൊണയുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കയറി പരിശോധിക്കും. നിങ്ങളുടെ മോനിവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഇന്നത്തെ വീട് കയറ്റം ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയല്ല. അല്ലെങ്കിൽ എന്റെ അപ്പന്റെ പേര് ചുള്ളിക്കാൻ മറ്റത്തിൽ ചാണ്ടിക്കുഞ്ഞെന്നല്ല. അപ്പോ കലക്ടർ ജോൺ ചുള്ളിക്കാൻ പറ്റും? എന്റെ അപ്പന്റെ അനിയനാ. ഞങ്ങൾക്ക് ന്യായമായൊരു സംശയമുള്ളതുകൊണ്ടാ. സംശയം തീർത്തിച്ച് പോ ചേട്ടാ. ഉറങ്ങുന്ന പിള്ളേരെ ഉണർത്തരുതെന്ന് മാത്രം. Don't cry, Samkuti. It's okay. പോടാ. പോടാ മക്കളെ. ജോയിച്ചിന്റെ പൊട്ടത്തോക്കിനേക്കാളും എത്ര നല്ലതാ എന്റെ നാക്ക്. അത് ഇവന്മാര് പോയില്ലടാ ജോസേ. യവന്മാരെ ഇവിടെ ആക്കിയിട്ട് കടന്നാ മറ്റോമാര് നമ്മളെ കൊല്ലിക്കാനായിട്ട്. കളക്ടറെന്നും മറ്റും കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞൂടെ ഞാൻ പേടിക്കുമായിരിക്കും. പക്ഷെ ഇതുപോലുള്ള ഉമ്മാക്കികളൊന്നും ഈ വക്കൻ്റെ അടുത്ത് നടക്കത്തില്ല. മഹാകേടികളാ ഞങ്ങൾ. വന്ന കാര്യം നടത്തിയേ വെച്ചാൽ ഞങ്ങൾ പോകത്തുള്ളൂ. സഹോദരിയായി അവരെ ഇറക്കി വിടാൻ പറ ഭർത്താവിനോട്. സ്ത്രീ പീഡനമെങ്കിൽ സ്ത്രീ പീഡനം തന്നെ. പറയുന്നതനുസരിച്ചില്ലെങ്കിൽ കുത്തിയ മാനത്തികളല്ല അത്രയും. ജീവൻ വേണേ സ്ഥലം വിട്ടോ. അയ്യോ, അതാ നിനക്ക് നല്ലത്. വേണ്ട ജോയി, വേണ്ട. വെറുതെ പേടിപ്പിക്കാൻ നോക്കരുത്. എന്റെ ഗുണ്ടാ ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് തോക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വെറും ഒരു തോക്കേണ്ട ഭയക്കുന്നവരല്ല ഞങ്ങൾ ഗുണ്ടകൾ. പേടിപ്പിക്കരുത്. തമ്പുരാനാണ്, ഞാൻ കാഞ്ചി വലിക്കും. ജീവൻ വേണേ ഓടിക്കോ, ഓടിക്കോടാ. അയ്യോ, എല്ലാരും പോയാ. അയ്യോ, വേണ്ട ജോയി, വേണ്ട. നിന്നെ എടുത്തോളാം ഞാൻ. വണ്ടി ഓക്ക് കണ്ടാ പേടിക്കുന്നവനല്ല ഞാൻ. മക്കനോട് കളിച്ചാലേ പാടി പഠിപ്പിക്കും മക്കൻ. ഇപ്പോഴോ നിന്റെ നാക്കോ എന്റെ പൊട്ടത്തോക്കോ ഏതാ നല്ലത്? വാ. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high. അപ്പനും കൂട്ടരും ഒക്കെ പോയി കേട്ടോ. സാങ്കുട്ടി പേടിക്കണ്ട. ചേട്ടാ, എന്നതാനി? സാംകുട്ടിയുടെ ഫാദർ വന്നപ്പം സാംകുട്ടി ക്രൈ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനവന്റെ മൗത്ത് ആൻഡ് ഹാൻഡ് കൊണ്ട് ക്ലോസ് ചെയ്തു ചേട്ടാ. താങ്ക് യു ആനി. നോ മെൻഷൻ ചേട്ടാ. എന്നതായാലും നിങ്ങൾ ഇതിനകത്ത് തന്നെ കിടന്നു, അതാ സേഫ്. ഇനിയും ആരെങ്കിലും കയറി വന്നാലോ ഫുഡും ഇങ്ങോട്ട് എത്തിക്കാം.
No problem. ഒരു ഗുണ്ട വന്നിരിക്കുന്നു. ഒരു തോക്ക് കിട്ടിയിരുന്നെങ്കിൽ നോക്ക് നിന്റെ തന്തേടെ. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നോക്കി നിൽക്കാതെ മാതച്ചനം പിയടാ. പോലീസിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. Hands up. അയ്യോ എടാ സാങ്കുട്ടി നീയായിരുന്നു. നിന്നെ ഞാനിപ്പം വെടിവെച്ചനല്ലടാ സാങ്കുട്ടി. തലയെ കൂടെ മുണ്ടുവിട്ട് വേദപുസ്തകം കൈ പിടിച്ച് നീ ഈ നേരത്ത് ഇങ്ങനെ ഞാൻ നടക്കാൻ അല്ലല്ല കുറച്ച് കാറ്റ് കൊള്ള ഇറങ്ങിയതാ ചേട്ടാ. നടക്കാനും കാറ്റ് കൊള്ളാനും പറ്റിയ സ്ഥലവാ, അതിന് പറ്റിയ നേരവും. നീ ആള് കൊള്ളാനടാവേ. യക്ഷിയും പ്രാതമൊക്കെ ഇറങ്ങി നടക്കുന്ന സമയവാ. കുഴപ്പമൊന്നുമില്ല, നീ വാ നടക്ക്. ഇത് ഞങ്ങളുടെ ബൈബിളല്ലയോ? എന്റെ സാങ്കുട്ടി നിനക്ക് എത്ര ബൈബിൾ വേണേലും ഞാൻ വാങ്ങിച്ചു തരത്തില്ലായിരുന്നു. എന്നിട്ട് അവൻ പാതിരാത്രിക്ക് ബൈബിള് മോട്ടിച്ചോണ്ട് ഒരൊറ്റ വെടിയും വെച്ച് വന്നാ. വാ നല്ല മുയൽ കുഞ്ഞിനെ പോലൊരു പെങ്കുച്ചിന്റെ ഒറ്റയ്ക്ക് തേങ്ങാക്കുട്ടിൽ ടൈം വെച്ച് ഇറങ്ങിയിരിക്കും അവൻ രാത്രി മനുഷ്യരെ പേടിപ്പിക്കാൻ. നിന്നതേലും നടക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വരാന്തെ തന്നെ അങ്ങ് ഇരുന്ന് കളഞ്ഞു. എന്നാലും ഇത്ര അങ്ങ് വിചാരിച്ചില്ല. എന്നാ പിന്നെ സാങ്കുട്ടി കയറി പോയിക്കോ. ഒരു പ്രാവശ്യം കൂടെ ഗുഡ് നൈറ്റ്. ചോദിച്ചേട്ടാ നീ വിഷമിക്കാതെ സാങ്കുട്ടി. കല്യാണമൊക്കെ നമുക്ക് ഉടനെ നടത്താം, നീ പേടിക്കണ്ട. അതല്ല ചോദിച്ചേട്ടാ, പിന്നെ എനിക്ക് എന്റെ അപ്പനെ കാണണം ചോദിച്ചേട്ടാ. അതൊക്കെ ആൻസി പിള്ളേരും കേൾക്കും. നീ മുട്ടുകാലിൽ നിന്ന് മോങ്ങാതെ അവിടെ നിന്ന് എഴുന്നേക്ക്. എവിടെ നിന്ന് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് ഇവിടുത്തെ തേങ്ങാപ്പുറയിലിട്ടിട്ട് അവൻ അപ്പനെ കാണണമെന്ന്. ഇനി കല്യാണം കഴിച്ചാൽ മതി അപ്പനെ അമ്മയെ കാണുന്നു. എനിക്കറിയാൻ മേലെ എന്റെ തമ്പുരാനെ, ഇവൻ ഇത് എന്നാത്തിന്റെ കേടാ. നീ അവിടെ നിന്ന് എണീക്കേണ്ട സാങ്കുട്ടി. ചോദിച്ചേട്ടാ എഴുന്നേക്കടാ. എത്ര നേരമായിട്ട് ഞാൻ പറയുന്നു. സത്യമായിട്ട് ഇപ്പൊ നിന്റെ കളിയൊക്കെ എനിക്ക് മനസ്സിലായി. ഒളിച്ചോടാൻ നോക്കുമായിരുന്നല്ലോ അപ്പന്റെ അടുത്തേക്ക്. കേറാ ചേട്ടാ. കേറി പോകാൻ. ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്നിനി ഇവിടെ എന്റെ കിടപ്പ്. കുറച്ച് ബുദ്ധിമുട്ടിയാലും തിരക്കേട്ടില്ല. Where were you, Samkutti? ബൈബിൾ ഇനി ഇതിവിടെ വേണ്ട. ഇവന് പിന്നെ ഒളിച്ചോടാൻ തോന്നിയാലോ? അവക്കും തോന്നാമല്ലോ ഇതൊക്കെ.